ശ്രീ ടി ജി നന്ദകുമാറാണ് നമ്മോടൊപ്പം ആദ്യമുള്ളത്. ശ്രീ നന്ദകുമാർ, CPIM-ന്റെ സെക്രട്ടേറിയറ്റിൽ ഇനി താങ്കളുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് EP ജയരാജൻ ഉറപ്പ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം കൺവീനർ സ്ഥാനം രക്ഷിച്ചത്. ശിവനോട് പാപി ചേർന്നാൽ ശിവനും പാപിയായിടും എന്നാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ദിവസം പറഞ്ഞത്. അപ്പോൾ ഈ പാപബന്ധം വിച്ഛേദിച്ച് ജയരാജൻ പാപമുക്തനായി എന്ന് കരുതാമോ? അതായത് ജയരാജന്റെ പാർട്ടി നിർദ്ദേശം നൽകി ഞാനുമായി കൂട്ടുകൂടരുത്, ഞാനുമായി അദ്ദേഹം ഒരു സൗഹാർദ്ദവും കുറച്ചു കാലമായിട്ട് പുലർത്തുന്നില്ല. പിന്നെ ഇനി അതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഈ ജാവദേക്കർ, ജയരാജൻ, ഞാനും ചേർന്ന മീറ്റിംഗിന് ശേഷം ഞങ്ങൾ ഒരു തവണയായിട്ടാണ് മോഹദാവി കണ്ടിട്ടുള്ളൂ, യാദർച്ഛ്യമായി 1-2 തവണ. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ചയില്ല, അധികം ഫോൺ കോളും ഇല്ല. സുധാകരൻ കയറി ജയരാജനാണ് BJP-യിലേക്ക് പോവാൻ ശ്രമിച്ചത്, ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. ഇത് അസംബന്ധമാണ് പറയുന്നത്, ശോഭയും സുധാകരനും ചേർന്ന് നടത്തുന്ന നാടകമാണ്. നമ്മൾ നടന്ന കാര്യം പറയണം, പറഞ്ഞില്ലെങ്കിൽ അബദ്ധത്തിലാവും. അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടിയാണ് ജാവേദക്കർ, ജയരാജൻ, ഞാനും ചേർന്നുള്ള കൂടിക്കാഴ്ച ഞാൻ പുറത്തു പറഞ്ഞത്. അല്ല, അതെന്താണ് ശ്രീ നന്ദകുമാർ താങ്കൾ പറഞ്ഞത്? ഇലക്ഷന്റെ തലേ ദിവസം EP ജയരാജൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ 7 മണിക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയൊരു അബദ്ധം പറ്റാനില്ലല്ലോ. അപ്പോ ജയരാജനെ കൊണ്ടുപോയി കുടുക്കിലൊക്കെ ഇട്ടത് താങ്കളാണ്. അല്ലല്ല, ജയരാജനെ കുടുക്കി. സുധാകരൻ പറഞ്ഞത് ഇലക്ഷന്റെ തലേ ദിവസം അല്ലേ? സുധാകരനെ പറയാൻ സുധാകരൻ ആരോപണം ഉന്നയിക്കല്ലേ? EP ജയരാജൻ അഡ്മിറ്റ് ചെയ്യല്ലേ, ഞാൻ സംസ്ഥാന പ്രഭാരിയെ പോയി കണ്ടൂന്ന്, എന്റെ വീട്ടിൽ വന്ന് കണ്ടൂന്ന്. ജയരാജൻ അല്ല, എന്താ തെറ്റ്? പ്രഭാരിയെ കണ്ടെന്നുള്ളല്ലേ ഉള്ളൂ. പ്രഭാരിയെ കണ്ടതിൽ എന്താ തെറ്റ്? പ്രഭാരിയെ കണ്ടിട്ട് ജയരാജൻ BJP-യിലേക്കൊന്നും ചേരാൻ പോയിട്ടില്ലല്ലോ. LDF കൺവീനറും പ്രഭാരിയും തമ്മിൽ ചർച്ച നടത്തുന്നു. ചില ഡീൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണ് ചില ഡീലുകളുടെ കാര്യം താങ്കൾ പറയുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി, SNC ലാവ്ലിൻ കേസിനെ സംബന്ധിച്ച് ചർച്ചയുണ്ടായി. ഇതൊക്കെ താങ്കൾ ഇലക്ഷന്റെ തലേന്ന് പറയുന്നു, ഇത് അഡ്മിറ്റ് ചെയ്യുന്നു EP ജയരാജൻ പിറ്റേന്ന്. ഇലക്ഷനിൽ തോക്കാൻ ഇതിൽ കൂടുതൽ വേറെ കാരണം വേണോ? ആര് പറഞ്ഞു അതുകൊണ്ട് ഇലക്ഷനിൽ തോക്കൂന്ന്? ജൂൺ 4-ാം തീയതി അല്ലേ നിങ്ങൾക്കറിയുള്ളൂ. നിങ്ങൾക്കറിയില്ലല്ലോ ഇലക്ഷനിൽ തോക്കോ ജയിക്കോ എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വോട്ട്, എനിക്കൊരു വോട്ട്, നാട്ടുകാർക്കോ ഓരോ വോട്ട് വീതം. തോൽക്കാൻ ഒരു കാരണമായി നമുക്ക് കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന് കാണാം, അത് തന്നെ. അപ്പൊ ജൂൺ 4-ാം തീയതി താങ്കൾ തിരിച്ചു പറയരുത് ഇതുകൊണ്ട് തോറ്റെന്ന്. LDF-ന് കേരളത്തിൽ ഒരു പാർലമെന്ററി സീറ്റേ ഉള്ളൂ. അത് ഒന്നി കൂടുതൽ വന്നാലും LDF-ന് ലാഭമാണ്. ഒന്നി കുറയാണ്ടിരുന്നാ പോരെ, കുറയൂല. അല്ല, ഇവിടെ ഇപ്പോൾ ശ്രീ നന്ദകുമാർ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഇതുപോലെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യം CPM-ന് ഉണ്ടായിട്ടും അവരതിനപ്പുറത്ത് നടപടിയൊന്നും എടുക്കുന്നില്ല. താങ്കളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ. അത് മുഖവിലക്കെടുത്ത് ആ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് CPM. അത്രയേ ചെയ്യുന്നുള്ളൂ. സാധാരണ നിലയിൽ LDF-ന്റെ കൺവീനർ BJP-യുടെ സംസ്ഥാന ചുമതലക്കാരനുമായി ചർച്ച നടത്തി ഏതെങ്കിലുമൊക്കെ ഡീല് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് താങ്കളുടെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ തന്നെ, അങ്ങനെ ഡീലിന് വേണ്ടി സംസാരിച്ചു എന്ന് അറിഞ്ഞാൽ തന്നെ വലിയ നടപടി ഉണ്ടാകേണ്ടതാണ്. അത് സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തലാണ്. അപ്പോൾ സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് നടത്തുക, അത് EP ജയരാജൻ അഡ്മിറ്റ് ചെയ്യുക, അതിനുശേഷവും CPM നടപടിയെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇനിയും കുറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ടാകും. അതുകൊണ്ട് നടപടിയെടുക്കുന്നത് അത്ര സേഫ് ആയിരിക്കില്ല എന്നല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. EP ജയരാജൻ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഞാനും ജാവദേക്കറും ചെന്നത്. അല്ലാണ്ട് ജാവദേക്കറെ കാണാൻ EP ജയരാജൻ പോയതല്ല. ജാവദേക്കറെയും കൂട്ടി അദ്ദേഹത്തിന്റെ മകന്റെ ആക്കുളത്തെ ഫ്ലാറ്റിൽ ചെന്നു. ജാവദേക്കറുമായി അദ്ദേഹം സംസാരിച്ചു. ജാവദേക്കർ എന്താണ് ആവശ്യപ്പെട്ടത്? EP ജയരാജനോട് BJP ചേരാനാണോ? അല്ല, ഞാൻ വന്നത് ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്. തൃശ്ശൂർ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് ആണ്. അത് പ്രീമിയം കാൻഡിഡേറ്റ് ആണ്. അദ്ദേഹത്തെ ഒന്ന് ജയിപ്പിക്കാനുള്ള സഹായം വേണം. പറ്റൂലെന്നല്ലേ അദ്ദേഹം പറഞ്ഞുള്ളൂ, സഹായിക്കാന്ന് പറഞ്ഞില്ല. പകരം ജാവദേക്കർ വെച്ച ഓഫറാണ് 1 എടുത്താൽ 3. അതായത് SNC ലാവിനെ ഒഴിവാക്കാം, മറ്റു കേസുകളെ ഒഴിവാക്കാം. അതിന്റെ കൂടെ പുള്ളി പറഞ്ഞ് നിങ്ങളുടെ റിസോർട്ടിനെതിരെ അന്വേഷണം ഉണ്ട്. അപ്പൊ EP മറുപടിയും പറഞ്ഞു, എന്റെ റിസോർട്ടിനെതിരെ അന്വേഷണം എനിക്ക് ഭയമില്ല, ഞാൻ അതിനകത്ത് ഡയറക്ടർ അല്ല, എന്റെ ഭാര്യ അവരുടെ റിട്ടയർമെന്റ് വരുമാനവും മകന്റെ പണവും ചേർത്താണ് നിശ്ചയിച്ചത്. അതിനകത്ത് 2 വിഷയങ്ങളെ അന്വേഷണ വിധേയമുള്ളൂ, അത് എന്നെ ബാധിക്കൂല. അപ്പൊ അതിനകത്ത് എന്താ തെറ്റ് നടന്നത്? എന്ത് ഡീല് നടന്നു? അല്ല, ഡീല് സംസാരിച്ചു. ഇത് മാത്രമല്ല ശ്രീ ടി ജി നന്ദകുമാർ, ഇത് നിങ്ങൾ രണ്ടുപേരും അഡ്മിറ്റ് ചെയ്ത കാര്യം. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച അതിനേക്കാളും വലിയ ആരോപണങ്ങളുണ്ട്. ഡൽഹിയിൽ പോയി
ഒരു ഹോട്ടലിൽ അവസാന നിമിഷം വരെ താങ്കളും EP ജയരാജനും ഉണ്ടായിരുന്നു. അവസാന നിമിഷം ഒരു ഫോൺ വരുന്നു, EP ജയരാജൻ പിന്മാറുന്നു. അതിനു മുൻപ് താങ്കൾ ശോഭാ സുരേന്ദ്രന്റെ സഹോദരിയുടെ മകന്റെ വീട്ടിൽ പോയിട്ട് അവരുടെ വാടക വീട്ടിൽ പോയിട്ടൊക്കെ ഡീല് സംസാരിക്കുന്നു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടം എന്നുള്ള നിലയിൽ താങ്കളും EP ജയരാജനും കൂടി ഡൽഹിക്ക് പോകുന്നു. ശോഭാ സുരേന്ദ്രന് ഡൽഹിക്ക് പോകാൻ ടിക്കറ്റ് എടുത്ത് കൊടുത്തത് താങ്കളാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഇത് അങ്ങനെയൊന്നും അല്ലാന്ന് പറയരുത്. അന്നൊരു മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞല്ല അല്ലേ, ഒന്ന് പറയണേ, ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ, ഇടയ്ക്ക് ഇടപെടുന്നത്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് 100% കളവാണ്. ശോഭാ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല. ഞാൻ രാമനിലയത്തിൽ എത്തുന്ന ദിവസം ജാവ്ദേക്കറും ഞാനും രാമനിലയത്തിൽ എത്തി. ഏതോ വഴിക്ക് ശോഭാ സുരേന്ദ്രൻ ജാവ്ദേക്കർ രാമനിലയത്തിൽ ഉണ്ടെന്നും ഞാനും ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ കയറി കൂടി പറ്റി ഒരു റൂമിലിരുന്ന് ഞാനും ജാവ്ദേക്കർക്ക് റൂം റിസപ്ഷനിൽ ചോദിക്കാനും വയ്യ. ശോഭാ സുരേന്ദ്രന് ഞങ്ങളെ കണ്ടെത്തുകയും വേണം. ശോഭാ സുരേന്ദ്രനില്ലേ മോഹൻലാൽ സിനിമയിൽ ശ്രീനിവാസനും മോഹൻലാൽ സാധനം കയ്യിലുള്ളതെന്ന് പോലെ ജാവ്ദേക്കർ ഉണ്ടോന്ന് ചോദിച്ചു റൂമിന്റെ ചുറ്റും നടക്കാൻ പറ്റൂല്ലോ. അന്ന് അവിടെ ഈ രാമനിലയത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ, റിസപ്ഷന്റെ ലെഫ്റ്റ് സൈഡ് റൂമിൽ EP ജയരാജനും K രാധാകൃഷ്ണൻ ഇന്നത്തെ മന്ത്രിയും ഉണ്ട്. റൈറ്റ് സൈഡിൽ ഗോവിന്ദൻ മാഷുണ്ട്. ഞങ്ങൾ അതിനടുത്തൊരു റൂമിൽ ഞാനും ജാവ്ദേക്കർ കൂടി ഇരുന്നു. ജാവ്ദേക്കർ വിഷയങ്ങൾ സംസാരിച്ചു. നമുക്ക് വിശദമായി സംസാരിക്കാൻ പിരിഞ്ഞല്ലാണ്ട് ശോഭാ സുരേന്ദ്രൻ ആ ഏരിയയിൽ എത്താനേ പറ്റിയിട്ടില്ല. 1. 2, ശോഭാ സുരേന്ദ്രൻ എന്നെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചത് അവരുടെ വാടക വീട്ടിൽ തൃശ്ശൂര്. ഞാൻ ക്ലച്ച് പിടിക്കാണ്ട് നിൽക്കുകയാണ്. കുന്നുമ്മൽ സുരേന്ദ്രനും മുരളീധരനും VL സന്തോഷും കൂടി എന്നെ അകറ്റി നിർത്തുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും BJP സംസ്ഥാന പ്രസിഡന്റ് ആവണം, കുന്നുമ്മലിനെ മാറ്റി. അതിന് ഞാൻ പല പല ഗിമ്മിക്കുകൾ നടത്തുകയാണ്. അതിനൊരു ഗിമ്മിക്കാണ് PM1 ഒരു മെസ്സേജ് കിട്ടിയ കുഞ്ഞാലിക്കുട്ടിയെ പോയി കണ്ട്. ഞാൻ സക്സസ് ആയ ഇല്ല, എങ്ങനെ സക്സസ് ആവും? ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ BJP ചേർക്കാനാണ് നിങ്ങൾ പോകുന്നത്? അതന്നല്ല, ഞങ്ങള് ചില മുസ്ലിങ്ങളെ ഞങ്ങളുടെ കൂടെ വരുത്തിയില്ല. മുസ്ലിങ്ങളെ വരുത്താൻ കുഞ്ഞാലിക്കുട്ടിയുടെ ആവശ്യം അല്ലാണ്ട് തന്നെ വരുമല്ലോ. നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ സംരക്ഷിക്കാനല്ല, പിന്നെയാണ് മുസ്ലിങ്ങൾ നിങ്ങളുടെ കൂടെ ചേരണം. അങ്ങനെ അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ വിളിക്കാറുണ്ട്. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഡൽഹി പോകണം. അപ്പൊ ഇന്ത്യൻ ഓയിലിന്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ചെന്നൈയിലെ മീറ്റിങ്ങിന് പങ്കെടുത്തിട്ട് പോകാൻ എനിക്ക് ചെന്നൈ ഡൽഹി ഒരു ടിക്കറ്റ് തന്നെ തന്നു, കൊടുത്തു. അല്ല, അതെന്തിനാണ് ഇപ്പോ ശോഭാ സുരേന്ദ്രന് ഡൽഹിക്ക് പോകണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ടിക്കറ്റ് എടുത്ത് വെക്കൂടെ? അല്ലെങ്കിൽ അവരുടെ പാർട്ടി ടിക്കറ്റ് എടുത്ത് കൊടുത്താൽ പോരെ? താങ്കൾ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്? ഒരു മിനിറ്റ് സഹോദരൻ, ഒന്ന് പറയാൻ സമ്മതിക്കുക. പറഞ്ഞാലല്ലേ ഇത് താങ്കൾ ഇടയ്ക്ക് കയറി പറഞ്ഞതെല്ലാം മുറിഞ്ഞു പോവും, സംഘട്ടമായി പോവും. ശരി, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ് എനിക്ക് താങ്കൾ ഒരു ടിക്കറ്റ് തരണമെങ്കിൽ TA-യും ടിക്കറ്റ് കാശും എനിക്ക് ഇന്ത്യൻ ഓയിലിൽ നിന്ന് കിട്ടും. അങ്ങനെ ഞാനൊരു ടിക്കറ്റ് എടുത്തു. ഒരിക്കലും മാത്രമൊന്നുമല്ല, ശോഭാ സുരേന്ദ്രൻ എടുത്തു കൊടുത്ത മൊത്തം ടിക്കറ്റിന്റെ കോപ്പി താങ്കളുടെ മൊബൈലിലേക്ക് 2-3 തവണ എടുപ്പിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്നെ കൊണ്ട്. എല്ലാം തരാം. അതെന്താ ശോഭാ സുരേന്ദ്രൻ പറയാത്തത്? ഔദാര്യം പറ്റിയിട്ട് പിന്നെ ആ ഔദാര്യം കിട്ടിയ ആളെ വഴിയോരത്തേക്ക് തള്ളിവിടരുത്. അതാണ് ശോഭാ സുരേന്ദ്രന്റെ ക്വാളിറ്റി കുറവ്. ശോഭാ സുരേന്ദ്രൻ ഇതിനെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ പോണേന്ന്. ഞാൻ വെല്ലുവിളിയോ വാഗ്വാദമൊന്നും നടത്തുകയല്ല. ശോഭാ സുരേന്ദ്രൻ EP ജയരാജൻ BJP ചേരാൻ വന്നു, കണ്ടു, ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞത് കളവാണെന്ന് വലിയ താമസിയാതെ പുറം അറിയും. ശോഭാ സുരേന്ദ്രൻ ഒറ്റപ്പെട്ട് ചിലപ്പോൾ BJP എന്ന് പറയാൻ ശോഭാ സുരേന്ദ്രൻ പുറത്തേക്ക് പോകും. കാരണം BJP ശോഭാ സുരേന്ദ്രൻ വെള്ളത്തിലാക്കി വെക്കണം. ഒരു അവകാശവാദവും ഈ മീറ്റിങ്ങിന് ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കാൻ പാടില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ ബന്ധമുണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഒരു അവകാശവാദം തെളിയിക്കാൻ ശോഭാ സുരേന്ദ്രനെ വെല്ലുവിളിക്കണം. നിങ്ങൾ അറേഞ്ച് ചെയ്യും, ഞാൻ വരാം ഏത് വേദിയിലും. എന്റെ ഒപ്പം ശോഭാ സുരേന്ദ്രൻ ഇരുന്നിട്ട് പറയട്ടെ, മുഖത്തോട് മുഖം നോക്കി. ശരി. അല്ല, ഇപ്പൊ ശ്രീ നന്ദകുമാർ, ഇപ്പൊ താങ്കൾ അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. അപ്പൊ ആ ഡേറ്റിൽ അവര് ഡൽഹിയിലുണ്ട്. ആ ദിവസം EP ജയരാജൻ ഡൽഹിയിലുണ്ട്. EP ജയരാജൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയ്ക്ക് ഡൽഹിക്ക് പോയിട്ടില്ല, ആകെ മുഖ്യമന്ത്രി നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാൻ പോയെന്നാണ്. അപ്പൊ താങ്കളും EP ജയരാജനും ഒരുമിച്ച് ഡൽഹിയിൽ ഉണ്ടായിരുന്നോ ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഹോട്ടലിൽ? പറയുന്ന കേക്ക്, ശോഭാ സുരേന്ദ്രന് ടിക്കറ്റ് എടുത്തു കൊടുത്ത ഡേറ്റും ടിക്കറ്റിന്റെ കോപ്പി മേടിച്ചിട്ട് നിങ്ങൾ നോക്കുക. ആ ദിവസം EP ജയരാജൻ ഉണ്ടെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ നിങ്ങൾ പറയണ പോലെ സറണ്ടർ ചെയ്യാം. വെറുതെ വർത്താനം പറയരുത്. ശോഭാ സുരേന്ദ്രന്റെ വർത്താനം കേട്ട്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അവരങ്ങനെ പറഞ്ഞു. 2 പത്രങ്ങൾക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞു. എനിക്കറിയില്ല, എനിക്കിപ്പോ ഈ എല്ലാ ആളുകളുടെയും ട്രാവൽ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഉണ്ടോ ഇല്ലയോ അവര് പറഞ്ഞു വളരെ ആധികാരികമായി. ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. അതാ ഞാൻ ചോദിച്ചത്. ശോഭാ സുരേന്ദ്രന്റെ വാർത്ത പ്രസിദ്ധീകരിച്ച പത്രങ്ങൾക്കൊക്കെ വലിയ നഷ്ടങ്ങൾ വരാൻ വേണം. കാരണം ശോഭാ സുരേന്ദ്രൻ കാണിച്ചത് തട്ടിപ്പാണെന്ന് ഇപ്പൊ തെളിയും. വെറും തട്ടിപ്പ്, ഗിമ്മിക്ക്. ഒരു ക്വാളിറ്റി ഇല്ല ലേഡിക്ക്. ഒരു സ്ത്രീക്കുണ്ടാകുന്ന പരിപാവനമായ ക്വാളിറ്റി പോലും അവർക്കില്ല. എന്നെ പോലും അവരുടെ സംരക്ഷക ഭർത്താവിന്റെ ഭാര്യ പ്രസന്നയുടെ പേരിൽ പവർ ഓഫ് അറ്റോർണി മേടിച്ച് സംരക്ഷക ഭർത്താവ് മോഹൻദാസ് അവർക്ക് കൊടുത്ത ഭൂമി
8 സെന്റ് അല്ല 50 സെന്റ് അവരുടെ കുടുംബം വകയല്ല, അതെനിക്ക് അല്ല, വിൽക്കാം. അപ്പൊ അതൊക്കെ വേറെ കാര്യം. എന്ന് മാത്രമല്ല, അങ്ങനെ ഇപ്പോ മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ ഒന്നാമത് അവർ ചർച്ചയിലില്ല, അത് സ്ലാൻഡർ ആവും, അത് ഡിഫമേറ്ററി ആവും. അത് വേണ്ട. നമുക്കിപ്പോ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഇപ്പോ അവർ ആരോപിക്കുന്ന കാര്യം ഇ പി ജയരാജനും താങ്കളും കൂടി അവിടുത്തെ ഡൽഹി ലളിത് ഹോട്ടലിൽ പോയി അമിത്ഷായെ വെയിറ്റ് ചെയ്യായിരുന്നു. അവസാന നിമിഷം ഒരു ഫോൺ കോൾ വന്നു, ഇ പി ജയരാജൻ പിന്മാറി. ആ പിന്മാറാനുള്ള കാരണം വിശദീകരിക്കാനാണ് പിന്നീട് രാമനിലയത്തിൽ കണ്ടതെന്നാണ്. നമുക്ക് ഈ സ്റ്റോറി ലൈൻ ബാക്കി നമുക്ക് പിന്നെ പറയാം. ഈ സ്റ്റോറി ലൈൻ തന്നെ പറയണം. അവര് ഡൽഹി പോയി, അവരെന്നോട് പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. ഒരു പ്രൈം മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നിയോഗിച്ച ഒരാള് എന്നെ അവരെയും കാണാൻ വന്നു. എന്നോട് ചോദിച്ചു എന്താണ് സ്റ്റാൻഡ്. ഞാൻ പറഞ്ഞു നിങ്ങളാരാണ്, നിങ്ങളാര് ചുമതലപ്പെടുത്തി, നിങ്ങൾക്ക് എന്താ ഓതന്റിറ്റി എന്ന് ചോദിച്ചു. ഓതന്റിറ്റി പ്രൂവ് ചെയ്യാൻ വന്ന ആൾക്ക് കഴിയാതെ ഞാൻ എണീച്ച് പോരുക ചെയ്ത്. ഞാൻ പറഞ്ഞു മേലിൽ ഇത്തരം പരിപാടിക്ക് എന്നെ വിളിക്കരുത് ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾ ഡൽഹിയിൽ ഒരുപാട് തട്ടിപ്പുകാരെ തിരിച്ചറിഞ്ഞിട്ടില്ല. BJPയുടെ ഭരണകാലത്തും പിന്നാമ്പുറങ്ങളിലെ തട്ടിപ്പുകാരുണ്ട്. ഞാൻ 84 തൊട്ട് കാണാൻ തുടങ്ങിയ ഡൽഹി, നിങ്ങൾ എന്നെ ഡൽഹി പഠിപ്പിക്കരുതെന്ന് പറഞ്ഞ് വളരെ പരുഷമായി പറഞ്ഞു പിരിഞ്ഞിട്ട് പിന്നെ അവരും ഞാനും തമ്മിലുള്ള കോണ്ടാക്ട് മുറിഞ്ഞ് ഒരു ബന്ധവുമില്ല. വെറുതെ അസംബന്ധം ആ ലേഡി പറഞ്ഞു പുലർത്തുക എന്നുള്ളത്, നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ തന്നെ ഒരു ചർച്ചയ്ക്ക് തന്നെ വീണ്ടും വിളിക്കേണ്ടി വരും അവരുടെ അസംബന്ധത്തിന് മറുപടി പറയാൻ. തെളിഞ്ഞു കഴിയുമ്പോ തെളിഞ്ഞിരിക്കും അത് ദിവസങ്ങൾക്കുള്ളിൽ. കാരണം സാക്ഷാൽ ജാവദേക്കർ പറയുമല്ലോ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് ചോദിച്ച ഈ ഡീലിലെന്ന് പറയാണ്ട് വരൂപ്പ താമസിയാതെ. താങ്കൾ പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പൊ എന്തായാലും താങ്കൾക്ക് ഇ പി ജയരാജനോട് ഒരു കഷ്ടം തോന്നുന്നുണ്ടോ, ഒരു സഹതാപം തോന്നുന്നുണ്ടോ? പോയി ഈ വള്ളിയൊക്കെ പിടിച്ചല്ലോ എന്നോർത്ത്. ഞാനെന്തിനാ വള്ളി പിടിച്ചതിന് സഹതാപിക്കണം? അങ്ങേരല്ലേ വള്ളി എന്നെ കൊണ്ട് പിടിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചിട്ടല്ലേ പത്രസമ്മേളനം നടത്തി കഥ പറഞ്ഞത്, അങ്ങേരുടെ കൺഫറൻസോടുകൂടി. പിന്നെ ഞാൻ അങ്ങനെ വള്ളി പിടിപ്പിക്കണം അങ്ങേരെ? അപ്പോ താങ്കൾക്ക് ഒരു കോമൺ സെൻസ് ഉണ്ടാവുമല്ലോ. ഇലക്ഷന്റെ തലേന്ന് ഇങ്ങനെ ഒരു ബോംബ് പൊട്ടിച്ചാൽ LDF കൺവീനറാണ് ഇ പി ജയരാജൻ, ഈ പ്രഭാരിയുമായി ചർച്ച നടത്തി ഡീല് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ഇനിയിപ്പോ ഇ പി ജയരാജൻ അറിയില്ലെങ്കിൽ താങ്കൾക്ക് അറിയില്ലേ? താങ്കൾ പറഞ്ഞല്ലോ 84 മുതൽ ഡൽഹി കാണാൻ തുടങ്ങിയതാണ്. ഉപദേശിക്കണം. ഇ പി ജയരാജൻ കേരളത്തിലെ LDFന്റെ കൺവീനറാണ്. ഞാൻ എന്തിനെങ്കിലും കൺവീനറാണ്. ഞാൻ ഇ പിയെ വിളിച്ചു ചോദിച്ചു എന്താണ് സുധാകരൻ നിങ്ങളെ കുറിച്ച് അസംബന്ധം പറയുന്നു, ഇത് ശോഭാ സുരേന്ദ്രൻ നാടകമാണ്, ഇത് തിരുത്തേണ്ട ആവശ്യമാണ്. ഞാൻ മറുപടി പറയട്ടെ, ജാവദേക്കർ മീറ്റിംഗ് ആണ് മറുപടി പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഇ പി ജയരാജൻ പറഞ്ഞനുസരിച്ചിട്ടാണ് താങ്കൾ ഇലക്ഷന്റെ തലേന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കണ്ടത്. ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു പറഞ്ഞോട്ടെ, പിന്നെ എന്നോട് പറയരുത് ഇത് ഏത് നന്ദകുമാർ, ഏത് ദല്ലാള്, എന്ത് ദല്ലാള്, എവിടത്തെ ദല്ലാള്, ഇങ്ങനെ ഒരാളുണ്ടാന്ന് ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാൽ പിന്നെ കൂടുതൽ പറയേണ്ടി വരും. അല്ല ജയരാജൻ പറയരുതെന്ന് പറഞ്ഞു ഞാൻ. ജയരാജൻ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, കാരണം അദ്ദേഹം താങ്കൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് വിജയ് കേസൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, എനിക്ക് ബന്ധമുണ്ടായിരുന്നു, ഞാൻ ആ ബന്ധം ഇപ്പൊ വേർപ്പെടുത്തി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇനി ബന്ധമില്ല എന്ന് പറയില്ലായിരിക്കും. അല്ലെങ്കിൽ ബന്ധമില്ല സഹോദര, അദ്ദേഹമായിട്ട് ഞാനൊരു കുറച്ച് നാളായിട്ട് സംസാരിക്കാറ് പോലും ഇല്ല. പിന്നെ എങ്ങനെ ബന്ധം വന്നത്? അല്ല, അപ്പൊ താങ്കളുടെ വീട്ടിൽ പലവട്ടം വന്നിട്ടുണ്ട്, അതിന്റെ വിഷ്വൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. താങ്കളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇല്ലേ? ആരടാ? താങ്കൾ ഒരു കാര്യം, വെണ്ണലയിൽ വന്നിട്ടില്ലേ? ഒരു മിനിറ്റ്, വെണ്ണലയിൽ എന്റെ ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് വന്നല്ല കേക്ക്. താങ്കളെയും കൂടി കൂട്ടി ഇ പി ജയരാജനെയും കൂട്ടി വിടാം. അവരെ വഴി കിടന്ന് എന്റെ വീട് തപ്പും. കാരണം വീടറിയാമെങ്കിൽ നേരിട്ട് വീട്ടിലേക്ക് വരാമല്ലോ. ഒരു ഉദാഹരണം. രണ്ടാമത്തെ ഒരു കാര്യം പറയാൻ ശ്രദ്ധിച്ചു കേൾക്ക്. ഇ പി ജയരാജൻ പോലീസ് സംരക്ഷണമുള്ള ആളാണ്, കൂടെ ഗൺമാൻ ഉണ്ടാവും. നോർമലി ഇ പി ജയരാജൻ എന്റെ വീട്ടിൽ വന്നാൽ എന്റെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ അറിയും, പാലാരിവട്ടം. അങ്ങനെ ഇന്ന് രഹസ്യമായി തലേ തുണിയിട്ടൊന്നും ഇ പി ജയരാജന് വരാൻ പറ്റൂല. ഇ പി ജയരാജനോ പിണറായി വിജയനൊന്നും മന്ത്രി അല്ലെങ്കിലും മുഖ്യമന്ത്രി അല്ലെങ്കിലും ഒക്കെ യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് പരിമിതിയുണ്ട്. വെറുതെ വീട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കേട്ട് നിങ്ങളിങ്ങനെ കയറി സംസാരിക്കല്ലേ. അല്ല, ഇത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കേട്ടല്ല. എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ജാഥ കാസർഗോഡ് നിന്ന് നടക്കുന്ന സമയത്ത് ഇ പി ജയരാജൻ മിസ്സാവുന്നു. അദ്ദേഹം സംശയാസ്പദമായ സാഹചര്യത്തിൽ എറണാകുളത്ത് കാണപ്പെടുന്നു. എടപ്പള്ളിയിൽ എന്തോ കല്യാണത്തിന് വന്ന വഴിക്ക് താങ്കളുടെ വീട്ടിൽ വന്നതാണെന്നൊക്കെയാണ് പിന്നെ പറഞ്ഞത്. എടപ്പള്ളിയിൽ അമൃത ഹോസ്പിറ്റലിൽ വന്ന വഴിക്ക്. ആയിക്കോട്ടെ, ശരിയാണ്. അമൃത ഹോസ്പിറ്റലിൽ വന്ന വഴിക്ക് അദ്ദേഹം വന്നത് MP മുരളീധരൻ എന്ന് പറഞ്ഞ് കോൺഗ്രസിൽ നിന്ന് CPM ചേർന്ന് അദ്ദേഹത്തിന്റെ ക്ഷണം പ്രമാണിച്ച് എന്റെ അമ്പലത്തിലാ വന്നത്, ക്ഷേത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നാട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം വന്നത് എനിക്ക് തടയാൻ പറ്റുമോ? അല്ല, അതാണ് ഇപ്പൊ താങ്കള് ജാവദേക്കറേയും കൂടി കൂട്ടി ഇ പി ജയരാജന്റെ മോന്റെ വീട്ടിൽ പോകുന്നു. താങ്കളുടെ വെണ്ണലയിലെ സംവിധാനത്തിലേക്ക് ഇ പി ജയരാജൻ വരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ജാവദേക്കർക്ക് മുമ്പാണ് വെണ്ണല സംവിധാനത്തിലേക്ക് ഇ പി ജയരാജൻ വന്നത്. ആയിക്കോട്ടെ. ഇപ്പോ അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത് കൂട്ടുകെട്ടിൽ ശ്രദ്ധിക്കാത്ത ആളാണ് ഇ പി ജയരാജൻ. LDF കൺവീനറെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഇലക്ഷന്റെ അന്ന് പറയേണ്ടി വരികയാണ്. കൂട്ടുകെട്ടിലൊന്നും ഒരു ശ്രദ്ധയില്ലാത്ത ആളാണ്.
രാവിലെ ഉറക്കപ്പായെന്ന് എഴുന്നേറ്റാൽ ആദ്യം ആരെ വഞ്ചിക്കണം എന്ന് അന്വേഷിക്കുന്ന ആളുകളും ഒക്കെ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടെന്ന് ആരാ പറഞ്ഞത്? പിണറായി വിജയനാ. എന്നെ കുറിച്ചല്ല, ആരെ രാവിലെ കിടക്കപ്പായി എണീച്ച വഞ്ചിക്കാൻ എന്നുള്ളത് എന്നെ കുറിച്ചാണെന്ന് നിങ്ങൾ പറയണത്. അത് ശോഭാ സുരേന്ദ്രനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം എന്നെ കുറിച്ചല്ല. എനിക്ക് കാരണം ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീക്കും. ശോഭാ സുരേന്ദ്രനുമായിട്ട് അങ്ങനെ കൂട്ടുകെട്ടില്ലല്ലോ. അല്ല പറയണ കേക്ക്, ഞാൻ വെളുപ്പിന് 4 മണിക്ക് എണീക്കും. അങ്ങേര് പറഞ്ഞ ഒരു 10 മണിക്കാണ് എണീക്കണത്. അതായിരിക്കും. അതൊന്നും എനിക്കറിയില്ല. എപ്പോഴായാലും ഉറക്കപ്പായെന്ന് എഴുന്നേറ്റാൽ ഉടനെ ഇന്നാരെ വഞ്ചിക്കണം എന്ന് നോക്കിയിരിക്കുന്ന ആളുകളുമായിട്ടാണ് ഇ പി ജയരാജന്റെ കമ്പനിയിൽ നിന്ന് പിണറായി വിജയനാണ് പറയുന്നത്. ഇ പി ജയരാജന്റെ സീനിയർ കോംറേഡ് ഇ പി ജയരാജനെ പിണറായി വിജയന്റെ അത്രയും എന്തായാലും താങ്കൾക്കും എനിക്കും അറിയില്ലല്ലോ. പിന്നെ അതുകൂടാണ്ട് അദ്ദേഹം വേറൊരു കാര്യവും പറഞ്ഞു, എന്നെ അറിയുന്നും കൂടി പറഞ്ഞു. ഒരു കാര്യമുണ്ട്, അത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട്. അതെ, ലാവ്ലിൻ കേസുമായിട്ട് അദ്ദേഹത്തെ കുഴപ്പത്തിൽ ചാടിച്ചെന്നുള്ളതല്ല. 2016 അദ്ദേഹം നവകേരളയായിട്ട് യാത്ര നടത്തുമ്പോൾ ലാവ്ലിൻ കേസ് വീണ്ടും അദ്ദേഹത്തെ വിഴുങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം എന്റെ സഹായം തേടിയ ആളാണ്. ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ. എന്നെ അറിയില്ലെന്ന് പറയരുത്. അദ്ദേഹത്തിനും എന്നാ 2013 ലാവ്ലിൻ കേസിൽ നിന്ന് പിണറായി വിജയനെ ഡിസ്ചാർജ് ചെയ്തില്ലേ? പിന്നെ എന്തിനാ 2014 താങ്കളുടെ സഹായം തേടുന്നത്? എന്റെ ചെങ്ങാതി 2013 ഡിസ്ചാർജ് ചെയ്യുന്ന മുകളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ വന്ന് 2016 അപ്പീൽ കേൾക്കാൻ തീരുമാനിച്ച ഇലക്ഷന് മുമ്പ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കേരള ഹൈക്കോടതിയിൽ അസഫ് അലി ഇമ്മീഡിയറ്റ് കേൾക്കണം. ഇലക്ഷൻ മുമ്പ് ഹിയറിംഗ് പോസ്റ്റ് ചെയ്ത് അത് ആ കേസ് അത് 2014 അത് 2015 അവസാനം 2016 തുടക്കത്തിൽ 16 ജനുവരി ഫെബ്രുവരിയിൽ ആ സമയത്ത് ഹൈക്കോടതിയിൽ വന്നു കേസ്. എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട രീതിയിൽ പറയല്ലോ സാർ. ന്യായമായ കാര്യങ്ങൾ പറ. അല്ല, എനിക്കിപ്പോ തെറ്റിദ്ധാരണയോ തെറ്റിദ്ധരിപ്പിക്കലോ ഇല്ല. പിണറായി വിജയൻ, താങ്കൾ പറയാണ് പിണറായി വിജയൻ താങ്കളുടെ സഹായം തേടുന്നത്. എനിക്കത് നിഷേധിക്കാൻ എന്റെ കയ്യിൽ വസ്തുതയൊന്നുമില്ല. അത് നിഷേധിക്കേണ്ടത് പിണറായി വിജയനല്ലേ. എനിക്ക് എങ്ങനെ പറയാൻ പറ്റും പിണറായി വിജയൻ ആരുടെയൊക്കെ സഹായം തേടിയെന്ന്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇന്നലെ പോട്ടെ. ഇപ്പൊ ഓക്കെ, ഈ താങ്കളുടെ ഈ പോയിന്റ് ഞാൻ എടുത്തു. ശരിയാണ്. ഈ കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു ഡെമോക്ലീസിന്റെ വാള് പോലെ ലാവ്ലിൻ കേസിലെ അപ്പീൽ കേരള ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതിയിൽ വന്ന ഒരു അപ്പീലിൽ താങ്കൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? താങ്കൾ എന്തിനാണ് പിണറായി വിജയൻ ബന്ധപ്പെട്ടത്? കേക്ക്, അന്ന് ആ അപ്പീൽ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ വന്നപ്പോൾ ജസ്റ്റിസ് ഉബൈദ് ഇത് കേട്ടാൽ അപകടകരമാവുന്നും അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലി പ്ലാൻ ചെയ്ത് ചില ഗവൺമെന്റ് പെറ്റീഷനാണ് ഇട്ടേക്കണെന്നും മനസ്സിലാക്കി ആ കേസ് ആ ബെഞ്ചിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ അന്ന് KV സോഹൻ എന്ന് പറഞ്ഞ ഒരു വക്കീലിനെയാണ് പിണറായി വിജയൻ കണ്ടെത്തിയത്. പക്ഷെ KG സോഹൻ വക്കാലത്തിട്ട് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് മാറ്റിക്കൊടുത്തു. ആ KG സോഹനെ 1ാം LDF സ്റ്റേറ്റ് അറ്റോർണി ആക്കി. 2ാം LDF വന്നപ്പോൾ സോഹനെ പറഞ്ഞു വിടുകയും ചെയ്തു. കാരണം പിണറായി വിജയന്റെ ആവശ്യം കഴിഞ്ഞ്. മനസ്സിലായോ? അല്ല, അതൊക്കെ ഓക്കെ. താങ്കളെ അപ്പോ, അതായത് സെനാരിയോ എനിക്ക് മനസ്സിലായി. ബഞ്ച് ഹണ്ടിന് വേണ്ടിയിട്ടാണോ താങ്കളെ അന്ന് ബന്ധപ്പെട്ടത്? എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? KG സോഹനിലേക്ക് എങ്ങനെ കടന്നു കയറാന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ അടുത്തേക്ക് എത്തിയത്. അല്ല, അതിപ്പോ എനിക്ക് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും മൂവ് ചെയ്യാനോ ഒക്കെ ഇപ്പൊ എത്രയോ അഭിഭാഷകരുണ്ട്. ഇടതുപക്ഷത്തിനോ CPM-നോ പിണറായി വിജയൻ വിചാരിച്ചാൽ അതിനിപ്പോ താങ്കളുടെ സഹായം തേടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലല്ല, ഹൈക്കോടതിയിൽ ഒരു പ്ലീ മൂവ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമപരമായ കാര്യം ചെയ്യുന്നതിനോ താങ്കളെ ബന്ധപ്പെടേണ്ട ഒരു കാര്യമില്ല. ദാമോദരൻ എന്ന് പറഞ്ഞ മഹാനായ അഭിഭാഷകൻ പിണറായി വിജയൻ ഉണ്ടായിട്ടും ഞങ്ങളുടെ കോമൺ സുഹൃത്തായ മരിച്ചുപോയ സ്കറിയ തോമസ്, അദ്ദേഹം കോട്ടയത്തെ MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് എന്നോട് വിളിച്ച് എന്നോട് സംസാരിച്ചു. ഞങ്ങൾ സൗഹാർദ്ദത്തിലെത്തി. ഇലക്ഷൻ കഴിഞ്ഞു. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി. ഞാൻ ആ വഴിക്കൊന്നും പോയിട്ടുമില്ല. പിന്നെ ആ പേരും പറഞ്ഞ് മനസ്സിലായ. അപ്പൊ കിടക്കപ്പായിന്ന് എണീച്ച് പോകണത് രാവിലെ എണീച്ച് ആരെ ഉപദ്രവിക്കണം എന്ന് ആലോചിക്കണം ഞാനല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. സ്കറിയ തോമസിന്റെ ഫോണിൽ നിന്ന് താങ്കളെ ബന്ധപ്പെട്ടു. അപ്പോഴും എന്തിനാണ് ഒരു സോഹനെ അറേഞ്ച് ചെയ്ത് തരാനായിരിക്കില്ലല്ലോ. അതിനപ്പുറത്ത് ബെഞ്ച് സംബന്ധിച്ച് എന്തെങ്കിലും കൺസേൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് താങ്കൾ എങ്ങനെ ഹൈക്കോടതിയിൽ സഹായിച്ചു? ഇതൊക്കെ ഗൗരവമുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ ഇ പി ജയരാജനെ പ്രകാശ് ജാവ്ദേക്കർ കണ്ടതിനേക്കാളും വലിയ ചാർജാണിത്. ഒരു ചാർജും അല്ല, ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അല്ല, താങ്കൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് ഒരു ഗുരുതരമായ ആരോപണമാണെന്ന് പറയായിരുന്നു. ആരോപണം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ശിവന്റെ കൂടെ ഭാവി ചേർന്നാൽ ശിവനും ഭാവിയാവും. അപ്പൊ ഞാൻ ഒരു മഹാഭാവി ആയതുകൊണ്ടായിരിക്കും അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത് ചിലപ്പോ. അപ്പൊ അദ്ദേഹം പണ്ട് മുതലേ ഭാവിയായി കഴിഞ്ഞു എന്നാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ശിവന്റെ കൂടെ, അതല്ല അദ്ദേഹമല്ലേ പറഞ്ഞത് ശിവന്റെ കൂടെ ഭാവി ചേർന്ന് ശിവനും ഭാവിയാവുന്നു. ഞാനല്ലോ പറഞ്ഞത്. ആ കൂട്ടത്തിൽ എന്നെ അറിയുന്നു അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. ഏതാ അടിസ്ഥാനത്തിൽ അറിയുന്നു അദ്ദേഹം പറഞ്ഞില്ല. അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ടോണ് കേട്ടിട്ട് ഇയാൾ എന്നെ കൊടുക്കാൻ കുറെ കാലം നടന്ന ആളാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതിനുശേഷമുള്ള കഥ നമുക്കറിയില്ലല്ലോ. ഇപ്പൊ താങ്കൾ പറയുമ്പോഴല്ലേ അറിയൂ. അന്ന് 2016 ഹൈക്കോടതിയിൽ ചില കാര്യങ്ങൾ നടന്നിരുന്നു ഇപ്പൊ പറയുമ്പോഴല്ലേ അറിയാം. അതിന് മുമ്പ് അറിയില്ലല്ലോ.
SNC ലാബിൽ ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊടുക്കാൻ ശ്രമിച്ചെന്നാ നിങ്ങൾ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഇല്ല, അങ്ങേര് പറയുന്നു ഞാൻ എന്ത് ചെയ്യാനാണ് അതില്. അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കാൻ വ്യംഗ്യം അതാണല്ലോ. അങ്ങനെ നിങ്ങൾ ഊഹിക്കരുത്. ഊഹിക്കല്ല, അതിന്റെ കൃത്യമാണ്, അതിന്റെ സംഗതികൾ എന്തായാലും വളരെ കൃത്യമാണ്. ഓക്കെ, എന്തായാലും ഒരു പുതിയ ആരോപണം കൂടി ഇന്ന് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഞാൻ കാലത്തും പറഞ്ഞാണ് പുതിയതൊന്നുമില്ല, ഇത് പഴയത് തന്നെയാണ്. ശരി, ആയിക്കോട്ടെ, ശരി, ഓക്കെ.